ശ്രീനാരായണ ഗുരുദേവനും ശ്രീശങ്കര ഭഗവത് പാദരുമൊക്കെ അദ്വൈത വേദാന്ത ദർശനത്തിൻ്റെ നല്ല പ്രയോക്താക്കളായിരുന്നു. ആദിശങ്കരനും ഭക്തിയെ നിർവചിക്കുമ്പോൾ ആചാര്യസ്വാമികളും പറയുന്നു, മോക്ഷകാരണ സാമഗ്ര്യാം ഭക്തിരേവ ഗരീയസി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ. മോക്ഷകാരണ സാമഗ്ര്യാം, മോക്ഷത്തിന് കാരണമായേക്കാവുന്ന സാമഗ്രികളിൽ വെച്ച് ഭക്തിരേവ ഗരീയസി, ഭക്തി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്താണ് ഗുരു ഭക്തി എന്ന് ചോദിച്ചപ്പോൾ ശങ്കര ഭഗവത് പാദരും പറയുന്നു, സ്വസ്വരൂപാനുസന്ധാനം ഭക്തി ഇതി അഭിധീയതേ. സ്വന്തം സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് നാരായണ ഗുരുദേവനോട് ചോദിച്ചപ്പോഴും അതേ ഉത്തരമാണ് ഗുരു ദർശനമാലയിലെ ഭക്തി ദർശനത്തിലൂടെ ചെയ്തത്. എന്താണ് പറഞ്ഞത്? ഭക്തിരാത്മാനുസന്ധാനം, സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് ആചാര്യ സ്വാമികൾ പറഞ്ഞപ്പോൾ ആ സ്വസ്വരൂപം ആത്മാവ് തന്നെയാണ് എന്നറിഞ്ഞ് ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് ശ്രീനാരായണ ഗുരുദേവനും നമ്മോട് മൊഴിഞ്ഞു. ഭക്തിയെ അടിസ്ഥാനപരമായി നിർവചിക്കുന്നത് അങ്ങനെയാണ്. ഇതാണ് ഭക്തി. പക്ഷെ അത് കേൾക്കുമ്പോൾ സാധാരണക്കാരനായ ഒരുവന് അപ്പോഴും മനസ്സിലാകുന്നില്ല. അതെന്താണ് ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്താണ് സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ? അപ്പോഴാണ് കരുണാമൂർത്തികളായിരിക്കുന്ന ആചാര്യന്മാര് നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന്, എങ്ങനെയാണോ എല്ലാം അറിയുന്ന ഒരു അധ്യാപിക 1ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ തറ എന്ന് പഠിപ്പിക്കുന്ന ആ തറയിലേക്ക് ഇറങ്ങി വന്നിട്ട് കുട്ടിയെ പഠിപ്പിക്കുന്നത്, അതുപോലെ അവതാരങ്ങളൊക്കെ തന്നെയും ഗുരുസ്വരൂപങ്ങളൊക്കെ തന്നെയും പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ദൗത്യത്തെ നിർവഹിച്ചവരാണ്. ഗുരു അങ്ങനെ ഇറങ്ങി വന്നിട്ടാണ് നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്ത് പ്രാർത്ഥിക്കണം ഗുരു? എൻ്റേതായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങളെ ചോദിച്ചാൽ മാത്രം മതിയോ? അപ്പൊ ഗുരു പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വളരെ വിശിഷ്ടമായ ഒരു മാനമുണ്ട്, പ്രാർത്ഥനയ്ക്ക് വളരെ വിശിഷ്ടമായ ഒരു തലമുണ്ട്. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങുന്നത് മാത്രമല്ല പ്രാർത്ഥന. മാത്രമോ ഒരു വ്യക്തി എന്ന നിലയിൽ എത്ര കണ്ട് നമ്മൾ അധ്യാത്മമായി ഉയരാനായി വളരാനായി കഴിയുന്നുവോ അതാണ് പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഗുരുദേവൻ പറഞ്ഞു. അതുകൊണ്ടാണ് വിശ്വോത്തര പ്രാർത്ഥനയായിരിക്കുന്ന ഗുരു ആദ്യമേ പരമേശ്വരനെ ഒന്ന് അറിഞ്ഞു വിളിക്കൂ എന്ന് പറയുന്നത്. ഈശ്വരനെ ഒന്ന് അറിഞ്ഞു വിളിക്കണം. ആത്മാവിൻ്റെ അഗാധതയിൽ നിന്ന് ആ വിളി ഉയർന്നു വരണം. എങ്ങനെയാണോ ഒരു നീർക്കുമിള കിണറിൻ്റെ അടിത്തട്ടിൽ നിന്ന് വന്ന് മുകളിൽ വന്ന് പൊട്ടിത്തെറിച്ചു പോകുന്നത്, അതുപോലെയായിരിക്കണം ദൈവദശകത്തിലെ ദൈവമേ എന്ന വിളി വരാൻ. ആ വിളി ഒരിക്കലും നമ്മളുടെ അധരങ്ങൾ നടത്തുന്ന സേവനമാകരുത്, ലിപ് സർവീസ് ആകരുത് പ്രാർത്ഥന, അധര സേവനമാകരുത് പ്രാർത്ഥന. ദൈവമേ എന്ന വിളി ഈ 2 ചുണ്ടുകളിൽ നിന്ന് വന്നാൽ പോരാ. ദൈവമേ എന്ന വിളി നമ്മുടെ വൈഖരിക്കപ്പുറത്തും പരയുടെ തലത്തിൽ നിന്ന് ശബ്ദം എവിടെ നിന്നാണോ ഉയർക്കൊള്ളുന്നത് അതിൻ്റെ ബീജത്തിലേക്ക് പോയിട്ട് അറിഞ്ഞു വിളിക്കണം. ആ വിളി ഗുരു കേൾക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വിച്ച് ഇട്ടാൽ ഓൺ ചെയ്യുന്ന പോലെ ആകരുത് പ്രാർത്ഥന. എല്ലാ ദിവസവും 6:30 മണിക്ക് നമ്മുടെ നാവിൻ തുമ്പിൽ വന്ന് നിൽക്കുന്ന മുട്ടി നിൽക്കുന്ന ഒരു സംഗതിയാവരുത് പ്രാർത്ഥന. പ്രാർത്ഥന അറിഞ്ഞു വിളിക്കാനുള്ളതാണ്. നമ്മുടെ ശരീരവും ആത്മാവും ഇന്ദ്രിയങ്ങളും കരചരണാദികളൊക്കെ ഒതുക്കി വെച്ചിട്ട് കുറച്ചു സമയം ഞാനും ഗുരുവും മാത്രമെന്ന് നനച്ചുകൊണ്ട് ആ ഗുരുവുമായി നടത്തുന്ന സംവാദമാണ് പ്രാർത്ഥന.
അവിടെയാണ് അത് പ്രാർത്ഥനയാകുന്നത്. പ്രാർത്ഥനയിൽ നമുക്ക് വിനയം ഉണ്ടാകണം. വിനയമുള്ള ഒരു വ്യക്തിക്കാണ് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. വിനയമില്ലാത്തവന് പ്രാർത്ഥിക്കാൻ കഴിയില്ല. വിനയമില്ലാത്തവര് സംസാരിക്കുന്നത് പോലും ഒരു ഓർഡറിന്റെ രൂപത്തിലാണ്, വിജ്ഞാപനം ഇറക്കുന്ന പോലെയാണ്. ഓർഡർ ഇടും. പക്ഷെ വിനയമുള്ളവൻ വിജ്ഞാപനം ഇറക്കുന്ന രീതിയിലല്ല സംസാരിക്കുക. അവൻ്റെ ഭാഷയിൽ ഒരു വഴക്കമുണ്ടാവും, ഒരു തെളിമയുണ്ടാകും, ഒരു എളിമയുണ്ടാകും. അത് വിനയത്തിൻ്റെ ഭാഷയാണ്. ഒരു വ്യക്തിയിലേക്ക് ഭക്തി കടന്നു വരുന്നതോട് കൂടിയിട്ട് ആ ഭക്തി നമ്മളെ വിനയാന്വിതനാക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തിന് പരമ്പൊരുളായി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന, നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ എത്ര നിസ്സാരനാണ് എന്ന സംഗതി. എളിയവനിൽ എളിയവനായ ഞാൻ വലിയവനിൽ വലിയവനായിരിക്കുന്ന ഈശ്വരനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് ആത്മവികാസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നടത്തേണ്ടുന്ന പ്രാർത്ഥനയായി ഗുരു പറഞ്ഞു തന്നത്. അവിടെ വിളിക്കണം, ദൈവമേ കാത്തുകൊള്ളുക അങ്ങു കൈവിടാതെ ഇങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻപദം. കൊച്ചുകുട്ടികള് ഒരു വിളക്കിനടുത്ത് വന്നിരുന്ന്, ഗുരുദേവ ചിത്രത്തിൽ വന്നിരുന്ന് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്ന പോലെ, എൻ്റെ അച്ചായനെ കാത്തോളണേ, എൻ്റെ അമ്മേനെ കാത്തോളണേ, എൻ്റെ മുത്തശ്ശീനെ കാത്തോളണേ എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ മുൻപിൽ എത്ര കുഞ്ഞാകുന്നുവോ അത്രയും നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ശിശുത്വം എത്ര കണ്ട് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നുവോ അത് തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള താക്കോൽ. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത്, നിങ്ങൾ ശിശുക്കളെ പോലെ ഇരിക്കുവിൻ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. ശിശുവിനെ പോലെ ജീവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം. സുഖത്തിൻ്റെ അവസ്ഥ, സുഖാവസ്ഥ ആർക്കുള്ളതാണ്? നിഷ്കളങ്കർക്കുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ വരേണ്ടുന്ന ഒരു ഭാവമാണ് നിഷ്കളങ്കത. ആ നിഷ്കളങ്കത വരുമ്പോൾ ആ കുഞ്ഞു കുട്ടി കാത്തോളണേ എന്ന് പറഞ്ഞത് കുറെ കൂടി ഭാഷ സ്വാധീനമായ നമ്മൾ പറയും കാത്തുകൊള്ളുക. കാത്തോളണേ എന്ന് കുഞ്ഞുകുട്ടി പറഞ്ഞതും കാത്തുകൊള്ളുക എന്ന് വലിയ കുട്ടിയായ നമ്മൾ പറയുമ്പോഴും ഭാവം നിഷ്കളങ്കമായിരിക്കണം. ഒരു ശൈശവാവസ്ഥയിലൂടെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കപടത പ്രാർത്ഥിക്കുന്ന വേളയിൽ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആരുമാകട്ടെ, നമ്മൾ ഏതുമാകട്ടെ, ഈ സമൂഹത്തിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊയ്മുഖങ്ങളുണ്ടല്ലോ. ഒരു സന്യാസി എന്ന പൊയ്മുഖം, ഗൃഹസ്ഥൻ എന്ന പൊയ്മുഖം, അധ്യാപകൻ എന്ന പൊയ്മുഖം, വക്കീൽ എന്ന പൊയ്മുഖം, ഡോക്ടർ എന്ന പൊയ്മുഖം, വീട്ടമ്മ എന്ന പൊയ്മുഖം. ഈ പൊയ്മുഖങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ പൊയ്മുഖങ്ങളെയും താഴെ ഇറക്കി വെച്ചുകൊണ്ട് നിസ്വനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാവത്തോട് കൂടിയിട്ട് ദൈവദശകം ചൊല്ലണം. അപ്പോഴാണ് പ്രാർത്ഥനയുടെ മധുരിമ നമുക്കറിയാൻ കഴിയുള്ളൂ. അപ്പോഴാണ് ജീവിതത്തിൻ്റെ വഴക്കം ഭക്തിയിലൂടെ വരുന്നത് നമ്മൾ അറിയുള്ളൂ.